പീഡനക്കേസിൽ നടൻ സിദ്ദിഖ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. രാവിലെ 11:30 തിരുവനന്തപുരത്ത് കമ്മീഷണർ ഓഫീസിൽ ഹാജരാകാനാണ് സിദ്ദിഖിന് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. നേരത്തെ ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നെങ്കിലും സുപ്രീം കോടതി സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. വിവരങ്ങളുമായി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. വീണ്ടും ഷീജ, നടൻ സിദ്ദിഖ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും പ്രിയ, ഏതായാലും നമുക്കറിയാം, അതായത് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച ഒരു ആനുകൂല്യത്തിന്റെ പുറത്താണ് ഇപ്പോൾ സിദ്ദിഖ് പുറത്തേക്ക് ഇറങ്ങാൻ പോലും തീരുമാനിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തുള്ള യുവനടിയാണ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനെതിരെ കേസെടുക്കുന്നത്. പക്ഷേ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയിരുന്നെങ്കിൽ പോലും സുപ്രീം കോടതിയെ തുടർന്ന് അടിയന്തരമായി സിദ്ദിഖ് സമീപിക്കുകയായിരുന്നു. ഇതിൽ സർക്കാർ ഈ മുൻകൂർ ജാമ്യത്തെ എതിർത്തിരുന്നെങ്കിൽ പോലും 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്നാണ് ഈ രീതിയിൽ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് 11:30 തിരുവനന്തപുരത്ത് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ഹാജരാകുവാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് സിദ്ദിഖ് ഇവിടെ ഹാജരാകും എന്നുള്ളതാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള തെളിവുകൾ സിദ്ദിഖിനെതിരെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. നിലവിൽ അന്വേഷണ സംഘം നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിലാണ്. അതുകൊണ്ട് തന്നെ മാസ്കറ്റ് ഹോട്ടലിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ, അവിടെ നിന്നുള്ള രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചിരുന്നു. അതിൽ നിന്നും സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നെന്നും ഈ യുവനടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സിദ്ദിഖിനെ കൂടി നേരിൽ സിദ്ദിഖിൽ നിന്നുള്ള മൊഴിയെടുക്കുന്നതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ സിദ്ദിഖിനെതിരെ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ കേസ് ഇനി സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ കൂടി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും രാവിലെ 11:30 ഇവിടെ തിരുവനന്തപുരത്ത് കമ്മീഷണർ ഓഫീസിലേക്ക് സിദ്ദിഖ് എത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പ്രിയ. ശരി ഷീജ, പീഡനക്കേസിൽ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. 11:30 ഹാജരാകും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്.